അടുത്തതായി ഇശൽ മികവ് റൗണ്ടിൽ നിങ്ങൾക്ക് മുൻപിൽ പാടാനെത്തുന്നു റിനു റസാഖ്.
റിനുക്കുട്ടി ഹായ്, നന്നായിട്ട് പാടിയോ? നന്നായിട്ട് പാടാം. ഇഷൽ മധുഹ റൗണ്ടായിരുന്നു നമ്മുടെ അല്ലേ? ഓക്കെ, നല്ലൊരു മെലോഡിയസ് ആയിട്ടുള്ള നല്ല അർത്ഥമുള്ളൊരു പാട്ട് അല്ലേ? എനിക്ക് നല്ലോണം ഫീൽ ചെയ്ത് മോളത് പാടി. ഇങ്ങനെ നമ്മളിങ്ങനെ ലയിച്ചിരിക്കുമായിരുന്നു. പാട്ട് കഴിഞ്ഞു പോയില്ലോ എന്നായി പെട്ടെന്ന് എനിക്ക്. നന്നായിട്ട് പാടി. താങ്ക് യു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയോ? കുറച്ചൊക്കെ അറിയാം. ഫൈസൽ സാറിനോട് ചോദിക്കാം, പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ, ഫൈസൽ സർ. നല്ലൊരു പ്രവാചക പ്രകീർത്തന ഗാനമാണ്. രചന കൊണ്ട് സംഗീതം കൊണ്ടൊക്കെ കോഴിക്കോട് അബൂബക്കർ സംഗീതം ചെയ്തതാണ്. OM കരുവാരെ കൊണ്ട് എഴുതിയതാണ്. ഇപ്പോഴത്തെ ശ്രദ്ധേയായ ഗായിക സിന്ധു പ്രേംകുമാറാണ് പാടിയത്. നല്ലൊരു സംഗീതമാണ് ഈ പാട്ടിനുള്ളത്. കാരണം ഈ വരികളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അന്ത്യദൂതരെ കാലത്ത് ആ മണ്ണിൽ ഞാൻ പിറന്നെങ്കിൽ, അതുപോലെ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുപോലെ ആയെങ്കിൽ ഞാൻ, അതുപോലെ ആ മണ്ണ് സ്പർശിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ, എനിക്ക് ചരിത്രത്തിൽ ഐതിഹാസികമായ യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെങ്കിൽ, അങ്ങനെ ഞാൻ സ്വർഗത്തിൽ അങ്ങനെ ഒരുമിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ഒരു വല്ലാത്ത ആഗ്രഹമാണ്, നല്ലൊരു ഭാവനയാണ്. ഈ മക്ക മണൽത്തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭ റസൂലിനെ കണ്ടു, അങ്ങനെയൊക്കെ പറയുന്ന പാട്ടുകളില്ലേ. ഒരു സാധാരണ പ്രവാചക പ്രകീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഈ രചയിതാവ് ഇതിനെ സമീപിക്കുന്നത്. OM കരുവാരക്കുണ്ടിൻ്റെ രചന. 14 നൂറ്റാണ്ട് പിമ്പന്തിന് പാരിൽ ഞാൻ പാപി പിറന്നു വീണു, പുണ്യ റസൂലിൻ്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു എന്ന കാനേഷിൻ്റെ ഒരു പാട്ടുണ്ട്. ഏതാണ്ട് ആ പാട്ടും ഈ പാട്ടും ഒക്കെ ഒരേ ശൈലിയിലാണ്. ഇത് ഇത്തരം ഗാനങ്ങൾ ഒരു മിസ്റ്റിക് ശൈലിയിൽ, ഒരു സൂഫിസം പാട്ടിൽ എങ്ങനെ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഈ കവികളൊക്കെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഔക്കുബായി വളരെ ശ്രദ്ധേയനായ സംഗീത സംവിധായകനാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അതാണ് കാണുന്നത്. പിന്നെ റിനു പാടിയതാണ് പ്രശ്നം. റിനു സാധാരണ ഇപ്പോൾ ഒരുപാട് ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ബൈജി, ഇവിടെ റിനു നല്ല പാട്ടുകളൊക്കെ നമ്മുടെ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പാടി, ഇതും നല്ല പാട്ട് തന്നെയാണ്, നല്ല രീതിയിൽ പാടി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റിനുവിൻ്റെ ആ ഒരു പെർഫോമൻസ് വെച്ചാണ് നമ്മളൊക്കെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അളക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം ഈ പാട്ടിൽ റിനു പാടിയതിലുണ്ട്. കുറച്ചുകൂടെ ഒക്കെ ആവാമായിരുന്നു എന്നൊരു തോന്നൽ, അങ്ങനെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാൽ ഞങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അതല്ലയോ ഇത്, അതെ, ഇതല്ലയോ അത്. അതെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആവാം എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ റിനു കുറച്ചുകൂടി പെർഫെക്ഷൻ ഈ പാട്ടിൽ കൊടുക്കേണ്ടിയിരുന്നു എന്നൊരു തോന്നൽ, കുറച്ചുകൂടി ഫീലൊക്കെ ആവുമായിരുന്നു. നന്നായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിൽ, ഈ പാട്ടിൽ. അതങ്ങനെ അത്തരത്തിലുള്ളൊരു തേട്ടം അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഒരു മൂഡ് ഈ പാട്ടിനുണ്ട്. അത് കൊണ്ടുവരാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. ഷാൻ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഷാൻ സാറിൻ്റെ കമൻറ്റ് കേൾക്കാം. ഷാൻ സർ. റിനു സ്റ്റേജിൽ ഓരോ തവണ കയറുമ്പോഴും ഇപ്പം പടക്കം പൊട്ടാൻ പോവുകയാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുക. പക്ഷെ ഇത്തവണ അത്ര വലിയൊരു പടക്കം പൊട്ടിയില്ല. മോളുടെ ശബ്ദത്തിന് നല്ല ഫീലാണ്. ഫീൽ ആണ് സത്യം പറഞ്ഞാൽ സിംഗിങ്ങിനേക്കാളും കൂടുതൽ നമ്മൾ ഇമ്പ്രസ് ചെയ്യിക്കുന്നത് മോളുടെ കാര്യത്തിൽ. കാരണം നല്ലൊരു ഫീലാണ്. അപ്പം മാഷ് പറഞ്ഞ പോലെ അതിലും കൂടുതൽ മോൾക്ക് തരാൻ പറ്റുമായിരുന്നെങ്കിൽ അത് അതിലും നല്ലൊരു റിസൾട്ട് വന്നേനെ. എന്തായാലും നമ്മൾ കണ്ടുവന്ന ഒരു റിനു അല്ല ഇത്. ഞങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്ന റിനു എന്നൊക്കെ പറയുന്നത് ടോപ്പ് സ്റ്റാൻഡേർഡിലുള്ള റിനു റസാഖാണ്. ഇച്ചിരി കുറഞ്ഞു പോയോ? അല്ല, അങ്ങനെ സ്റ്റാൻഡേർഡ് കുറഞ്ഞൊന്നുമല്ല, ടോപ്പ് സ്റ്റാൻഡേർഡിലുള്ള ഒരു റിനു റസാഖ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇനീഷ്യൽ എപ്പിസോഡ്സിലൊക്കെ. ഞങ്ങൾ അതായത് റിനു പല്ലവി കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കൊള്ളാം, അനുപല്ലവി കഴിയുമ്പോൾ ഇവളുള്ളൊരു സംഭവമാണ്, അങ്ങനെ 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 അങ്ങ് പോവും. അപ്പം അത് ആ ലെവലിലേക്ക് ഒന്നുകൂടി വരാം. ആ ലെവലിലേക്ക് മാത്രമല്ല, അതിൻ്റെ മുകളിൽ ഉള്ള ലെവലിലേക്ക് വേണം പോകാൻ. ഗ്രാഫ് നേരെ മുകളിലോട്ടേക്ക്. അപ്പം മോൾ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഷാൻ സർ. രഹന ചേച്ചി. റിനു
നല്ല സോങ് ആണ് കേട്ടോ. അത് നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ അനുചരണമൊക്കെ നന്നായിട്ട് നല്ല ഫീൽ, കുറച്ചൊരു കൂടുതൽ എന്തെങ്കിലും ഒരു ഫീൽ കൊടുത്തിരുന്നോ? ഒരു ഇംപ്രൂവൈസ് എവിടെയെങ്കിലും ഒരു അങ്ങനെ ഒരു എല്ലാ സ്റ്റാൻസിലും ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് തോന്നി. റീനൂടെ സ്റ്റൈലാണ് അധികം, പക്ഷെ അത് നല്ല നല്ല ഫീലാണ് മോളെ. അത് മൂന്നാമത്തെ അങ്ങോട്ട് എത്തിയപ്പോൾ അപാരമായിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് പാടി. പക്ഷേ ഞാനൊരു തുറന്ന് ചോദിക്കാം, മോൾ ആ ശബ്ദം അടച്ചതിൻ്റെ ശേഷം മോള് വോയിസിന് എന്തെങ്കിലും ഒരു മോൾക്ക് തോന്നിയിട്ടുണ്ടോ? അതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? അതാണ് ഇവിടെ പ്രശ്നം മോളെ. അത് മാറിയിട്ടില്ല. കാരണം അത് പല്ലവിയൊക്കെ ഞാനിങ്ങനെ പെട്ടെന്നങ്ങ് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മൾ പറയുന്ന എല്ലാം ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് ആ റീനൂടെ ആ സിംഗിങ് സ്റ്റൈൽ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, ആ സംഗതിയിലൊക്കെ ഉള്ള ക്ലാരിറ്റി പറയാറുണ്ട്. കാരണം ഈ ചെറുപ്പത്തിലൊക്കെ തന്നെ ഇത്രയും അങ്ങനെ കിട്ടുമ്പോഴേ നമ്മളത് വലിയൊരു സിംഗറായി കാണാൻ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്, ആത്മാർത്ഥമായിട്ട് തന്നെ പറയണേ. അപ്പോൾ ആ ഒരു പല്ലവി കേട്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ എന്തോ പെട്ടെന്ന് ആ ശബ്ദം ക്ലിയർ ആയിട്ടില്ലേ എന്നാണ് എനിക്ക് തോന്നിയത്. എപ്പോഴും ഡസ്റ്റ് ഇങ്ങനെ ആയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഇതാണ്. അതിൽ ചില സ്ഥലത്ത് കലങ്ങി വരുന്നുണ്ട് ശബ്ദം. അങ്ങനെ പല്ലവിയിൽ അത് വന്നു. പിന്നെ അങ്ങ് ചരണമൊക്കെ അങ്ങ് മാറി കഴിഞ്ഞപ്പോൾ മോളുടെ അത് ശരിയാവുന്നുണ്ട്. എന്നാലും ചില സ്ഥലത്ത് ക്ലീൻ വോയിസ് ആയതുകൊണ്ട് സ്ലിപ്പാവുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ലാസ്റ്റ് പല്ലവിയിലൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നു റീനു തന്നെ അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളാണ് വന്നത്. അതാണ് ഫസ്റ്റ് ആ ചിത്രേച്ചിയുടെ പാട്ടൊക്കെ നല്ല അസാധ്യമായിട്ട് പാടിയതാണ് റീനു. അപ്പോൾ ആ ഒരു ലെവൽ നമുക്ക് തന്നുകൊണ്ട് എന്തായാലും അങ്ങോട്ട് മേലോട്ട് തന്നെ കൊണ്ടുപോവുക കേട്ടോ. വോയിസാണ് കേട്ടോ, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അത് ശരിക്കും ഡോക്ടറൊക്കെ കണ്ട് തുറന്ന് കിട്ടാനുള്ള ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ മോളെ. താങ്ക് യു രഹന ചേച്ചി. ലീന മാം? ഞാൻ ആദ്യം കേൾക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. താങ്ക് യു മാം. പിന്നെ ഇവർ പറഞ്ഞതുപോലെ ലാസ്റ്റ് ചരണത്ത് പാടിയപ്പം ഒരു സ്ഥലം മാത്രം കുറച്ച് ശ്രുതി പോയിട്ടുണ്ടായിരുന്നു. നല്ല ഫീലുള്ള പാട്ടാണ്. കഴിയുന്നതും ഫീല് ചെയ്തിട്ട് പാടാൻ ശ്രമിച്ചു. നന്നായിട്ട്. താങ്ക് യു മാം. താങ്ക് യു മാം. റിനിക്കുട്ടി, എന്താ തോന്നിയത് കേട്ടിട്ട്? കമൻസൊക്കെ അറിഞ്ഞൂടാ. എന്താ റിനു മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ പനി കഴിഞ്ഞതിന് ശേഷമാണ് കംപ്ലീറ്റ് ഒരു അലർജിയാണ്. അലർജി ഇതാണ് അല്ലേ? ഇപ്പം ഡസ്റ്റിന്റെ ഡോക്ടറെയൊക്കെ കണ്ട് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പം വേണ്ട റെസ്റ്റ് ഒക്കെ കൊടുക്കാം. അപ്പം പാട്ട് പ്രാക്ടീസും ചെയ്യാം. നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഫൈസൽ സർ? 27. താങ്ക് യു സർ. 27, 30-ൽ 27 മാർക്ക്. താങ്ക് യു ഫൈസൽ സർ. ഷാൻ സർ? 27 out of 30. ഇനി നമുക്ക് രേണ ചേച്ചിയുടെ മാർക്ക് വയ്ക്കാം. രേണ ചേച്ചി? 27. താങ്ക് യു മാം. 27, 30-ൽ 27 മാർക്ക്. താങ്ക് യു രഹന ചേച്ചി. ലീന മാം? 10-ൽ 8 മാർക്ക്. താങ്ക് യു മാം. 10-ൽ 8 മാർക്കാണ് ലീന മാം തന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സ്കോർ 100-ൽ 89 മാർക്ക്. അപ്പോൾ റിനുൻ്റെ നിന്ന് ഒരുപാട് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലെവലിനനുസരിച്ചിട്ട് ഒക്കെ എത്തുക. നെക്സ്റ്റ് പെർഫോമൻസിൽ കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു. ഇപ്പൊ എന്താ തോന്നുന്നത് നമ്മുടെ 14-ാം രാവിന്റെ ഈ വേദിനെ കുറിച്ച്? അതാണ് എനിക്ക് മീഡിയ വണ്ണോട് ഒരുപാട്, മീഡിയ വണ്ണിലെ 14-ാം രാവ് എന്നുള്ള ഷോയിൽ വന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. മീഡിയ വണ്ണും എൻ്റെ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. അപ്പം ടോട്ടലി ഹാപ്പിയാണ് റിനു. അപ്പം നമ്മുടെ പെർഫോമൻസും അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. നമ്മുടെ എന്താ പറയുക, ഫസ്റ്റ് സ്കെഡ്യൂളത്തെ റിനു അല്ല ഇപ്പം സിനിമയിലൊക്കെ ഇനി കാണാതെ കേൾക്കാം ഇൻഷാല്ലാ. സോ അടുത്ത പ്രാവശ്യം നന്നായി പാടാൻ ശ്രമിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.